Alhamdulillah Rabbil Alamin. Allahumma salli ala Muhammadin ala ali Muhammad. നമുക്കിനി സൂറത്തുൽ അൻഫാൽ 58-59 സൂക്തങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إما تخافن من قوم خيانة فانبذ إليهم على سواء إن الله لا يحب الخائنين ولا يحسبن الذين كفروا سبقوا إنهم لا يعجزون وإما تخافن ഇനി താങ്കൾ പേടിക്കുന്നു എങ്കിൽ മിൻ ഖൗമിൻ ഒരു ജനതയിൽ നിന്ന് ഖിയാനത്തൻ വഞ്ചന ഫംബിദ് ഇലൈഹിം അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക അല സവാഇൻ തുല്യമായ നിലയിൽ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യുഹിബ്ബുൽ ഖായിനീൻ വഞ്ചകരെ ഇഷ്ടപ്പെടുന്നില്ല. വലാ യഹ്സബന്നല്ലദീന കഫറു കാഫിറുകൾ ഒരിക്കലും വിചാരിക്കേണ്ട സബഖു അവർ ജയിച്ചു എന്ന്. ഇന്നഹും ലാ യുഅ്ജിസൂൻ അവർക്ക് പരാജയപ്പെടുത്താൻ ദുർബലപ്പെടുത്താൻ സാധ്യമല്ല. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇമ്മാ തഖാഫന്ന ഖാഫ പേടി ഖൗഫ് അതിനുണ്ടായ വാക്കാണ്. ഇമ്മ എന്നുള്ള വാക്ക് ഫ ഇമ്മ എന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ വ ഇമ്മാ തഖാഫന്ന നീ പേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ പേടിച്ചാൽ ഇമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലിനുള്ളൊരർത്ഥം. ഇമ്മാ തഖാഫന്ന തീർച്ചയായും താങ്കൾ പേടിക്കുകയാണെങ്കിൽ മിൻ ഖൗമിൻ ഒരു ജനതയിൽ നിന്ന് ഖിയാനത്തൻ വഞ്ചനയെ ഫംബിദ് ഇലൈഹിം അലാ സവാഇൻ അപ്പോൾ അവർക്ക് എറിഞ്ഞു കൊടുക്കുക അലാ സവാഇൻ സമമായ രീതിയിൽ അഥവാ അവരറിയുന്ന മട്ടിൽ കരാർ ലംഘനം അവർ കരാർ ലംഘിക്കുമെന്നതിനാൽ താങ്കൾ കരാറിൽ നിന്ന് പിന്മാറിയ വിവരം അവരെ അറിയിക്കുക എന്നാണ്. ഫംബിദ് ഇലൈഹിം അലാ സവാ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ തീർച്ചയായും അല്ലാഹു വഞ്ചകരെ ഇഷ്ടപ്പെടുന്നില്ല. വലാ യഹ്സബന്നല്ലദീന കഫറു കാഫിറുകൾ ഒരിക്കലും വിചാരിക്കേണ്ട സബഖു അവർ വിജയിച്ചു എന്ന്. ഇന്നഹും തീർച്ചയായും അവർ ലാ യുഅ്ജിസൂൻ അവർക്ക് അശക്തരാക്കാൻ സാധ്യമല്ല, ദുർബലപ്പെടുത്താൻ സാധ്യമല്ല, പരാജയപ്പെടുത്തുകയില്ല. ആശയം കഴിഞ്ഞ സൂക്തത്തിൽ കരാർ ലംഘിക്കുന്നവരെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത്. അല്ലദീന അഹദ്ത മിൻഹും സുമ്മ യൻഖുദൂന അഹദഹും ഫീ കുല്ലി മർറത്തിൻ വഹും ലാ യത്തഖൂൻ കരാർ ലംഘിക്കുന്നവർ താങ്കൾ കരാർ ചെയ്തു പിന്നെ അവർ ലംഘിക്കുകയാണെങ്കിൽ അവരുടെ പിന്നിലുള്ളവർക്ക് കൂടി പാഠമാകുന്ന വിധം അഥവാ അവരുടെ പിന്നാലെയുള്ള ഇനിയും കരാർ ലംഘിക്കുന്നവർക്ക് പാഠമാകുന്ന വിധം ഇവരെ യുദ്ധത്തിൽ തുരത്തണം, ഇവരെ പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് സ്വകാര്യമായി കരാർ ലംഘിക്കാൻ സാധ്യതയുള്ള ആളുകൾ. അതാണ് ഇമ്മാ തഖാഫന്ന മിൻ ഖൗമിൻ ഖിയാൻ വഞ്ചിക്ക് കരാറിൽ യുദ്ധത്തിൽ പണ്ടൊക്കെ കരാർ ചെയ്താൽ അത് ലംഘിക്കുകയാണെങ്കിൽ പരസ്യമായി അറിയിക്കണം. അങ്ങനെയാണ് യുദ്ധത്തിൻ്റെയൊക്കെ സ്വഭാവം. ഇവിടെ വഞ്ചനയിലൂടെ താങ്കളെ കടന്നാക്രമിക്കുവാനും ഉപദ്രവിക്കുവാനും ശ്രമിക്കുകയാണെങ്കിൽ എന്നാണ് വഇമ്മാ തഖാഫന്ന മിൻ ഖൗമിൻ ഒരു ജനതയിൽ നിന്ന് താങ്കൾ ഭയപ്പെട്ടാൽ ഖിയാനത്തൻ വഞ്ചനയെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിന് ശേഷം അവിടെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട ചരിത്രം നമുക്കറിയാം. എന്തായിരുന്നു കരാറ്? നമ്മൾ പരസ്പരം ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യേണ്ടതില്ല. നമ്മൾ മദീനയിലെ ആളുകൾ എന്നുള്ള നിലക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ മദീനയെ നമുക്ക് നല്ല ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് മദീനയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക.
അതോടൊപ്പം മദീനയെ ആക്രമിക്കാൻ പുറമെ നിന്ന് ആളുകൾ വന്നാലോ നമുക്ക് ഒരുമിച്ച് നിന്ന് അവരെ ചെറുക്കാം. ഇങ്ങനെ ഒരു കരാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെ വളരെ വ്യവസ്ഥാപിതമായൊരു കരാറൊക്കെ അവരുമായി ചെയ്തിട്ടുണ്ട്. ഇനി ഈ കരാറ് ചെയ്യപ്പെട്ട മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വഞ്ചിക്കുമെന്ന് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ ഇമ്മാ തഖാഫന്ന മിൻ ഖൗമിൻ ഖിയാനത്തൻ, അവർ വഞ്ചിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അവർക്ക് ധർമ്മബോധവും സത്യബോധവും ഒന്നുമില്ല. അപ്പോൾ അവർ ഖാന യഖൂനൂന വഞ്ചിക്കുക എന്നാണല്ലോ ഖിയാനത്ത്. ഫംബിദ് ഇലൈഹിം അലാ സവാ, ഫംബിദ് ഇലൈഹിം അലാ സവാ എന്ന് പറഞ്ഞാൽ നബദാറിനെ എറിഞ്ഞു കൊടുക്കുക. അംബിദ് എന്ന് താങ്കൾ എറിഞ്ഞു കൊടുക്കണം. ഇലൈഹിം അവരിലേക്ക്, അലാ സവാ തുല്യമായ വിധത്തിൽ. അഥവാ അവർ കരാറ് ലംഘിക്കാൻ ഒരുങ്ങുന്ന വിവരം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കരാറ് ദുർബലപ്പെട്ടതായി അവരറിയിക്കണം. അതാണ് ഫംബിദ് ഇലൈഹിം അലാ സവാ. കരാറ് നിലവിലിരിക്കെ പരസ്പരം കടന്നാക്രമിക്കാൻ പാടില്ല. കരാറ് ലംഘിക്കപ്പെട്ട വിവരം അറിയിക്കണം. നിങ്ങൾ കരാർ ലംഘിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഈ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചതിന് ശേഷമാണ് ആക്രമിക്കാൻ പാടുള്ളൂ. അത് ഇന്നും നിലനിൽക്കുന്ന നിയമമാണ് ഇസ്ലാമിൽ. രണ്ട് രാജ്യങ്ങൾ, മുസ്ലിമീങ്ങളുടെ രാജ്യം കുറേ ഉണ്ടല്ലോ, അവർ ഇസ്ലാമാണ് സ്വീകരിക്കുന്നതെങ്കിൽ, സാമുദായികതയല്ല, ഇസ്ലാമാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാലിക്കണം. ഒരു കൂട്ടർ ലംഘിക്കുന്നു, മറ്റവർക്ക് തോന്നുകയാണ് അവർ ചതിക്കും തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് പറയണം. നമ്മൾ തമ്മിലുള്ള കരാറുകൾ ദുർബലപ്പെടുത്തലുണ്ടല്ലോ. ഭൗതിക രാഷ്ട്രങ്ങൾ തമ്മിൽ ഇന്ത്യയും അതുപോലെ മറ്റു രാജ്യങ്ങളും തമ്മിൽ കരാറ് ചെയ്താൽ ലംഘിക്കാറുണ്ട്, ദുർബലപ്പെടുത്താറുണ്ട്. ആ കരാർ ദുർബലപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ ദുർബലപ്പെട്ടു. ഏതോ ഒരു വെള്ളത്തിൻ്റെ കാര്യത്തിൽ, ഒരു പുഴയിലെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇല്ലേ കഴിഞ്ഞ എന്താ പ്രശ്നം ഉണ്ടായില്ല അന്ന്, എന്താണ് സിന്ധു നദി കരാറ്. അപ്പൊ കരാർ ദുർബലപ്പെടുത്തും. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യ രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വിഭാഗം ചതിയിലൂടെ തമ്മിൽ ചെയ്തിരിക്കുന്ന കരാർ ലംഘിക്കുന്നു, അല്ലെങ്കിൽ ലംഘിക്കാൻ സാധ്യത എന്ന് താങ്കൾക്ക് ബോധ്യമാവണം, ഊഹല്ല, ബോധ്യമായി കഴിഞ്ഞാൽ ഫംബിദ് ഇലൈഹിം അലാ സവാ, കരാർ ലംഘനം, ഞങ്ങൾ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന വിവരം അറിയിക്കണം. അതാണ് ഫംബിദ് ഇലൈഹിം അലാ സവാ. ആ കരാർ അവരിലേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കണം എന്നാണ് പദത്തിൻ്റെ അർത്ഥമെങ്കിലും ആ കരാറിൽ നിന്ന് നമ്മൾ പിന്മാറുന്നതായിട്ട് അവരെ അറിയിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ ലാ, കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖാഇനീൻ, അല്ലാഹു തആല വഞ്ചകരെ, ഖാനാന വഞ്ചിച്ചു, ഖിയാനത്ത് എന്ന വഞ്ചന, ഖാഇൻ എന്ന വഞ്ചിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇതിവിടെ രണ്ട് സംഘങ്ങൾ തമ്മിൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ്. ഒന്ന് മദീനയാണ്, ഒന്ന് മദീനയുടെ പരിസരത്തുള്ള ഒരുപാട് ഗോത്രങ്ങളാണ്. ഇത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ, ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങനെ ചെയ്താൽ അത് ബാധക. ഇനി അതല്ല, നമ്മൾ വ്യക്തികളാണ് കരാർ ചെയ്താലോ അതും പാലിക്കണം. വ്യക്തികൾ ചെയ്ത കരാറും പാലിക്കണം. അത് പാലിക്കാൻ ഒരാൾ, ഒരു കക്ഷി സന്നദ്ധരായിരിക്കും, അത് വഞ്ചനയാണ്. അപ്പോൾ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖാഇനീൻ, വഞ്ചകരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇതുമായി ബന്ധപ്പെട്ട് അതേസി എനിക്ക് അല്പ ധൃതിയുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അത് പറയാം. വഞ്ചന വളരെ ഗൗരവപ്പെട്ട പാപമാണ്, ചതിക്കുക എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അള്ളാഹുവിന് ഇഷ്ടമല്ല അൽ ഖാഇനീന, വഞ്ചിക്കുന്നവരെ. വലാ യഹ്സബന്നല്ലദീന കഫറു, ഇങ്ങനെ കരാറ് ലംഘിച്ചുകൊണ്ട് പ്രവാചകനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ വിചാരിക്കണ്ട, സബഖു, അവർ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. വഞ്ചനയിലൂടെ പ്രവാചകനെ ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ അകറ്റി നിർത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ വലിയ ശുചായികളാണ്, ഞങ്ങൾ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ട് ഞങ്ങൾ ജയിച്ചു എന്നൊന്നും ധരിച്ചവർ വിചാരിക്കേണ്ട. സബഖു, അവർ ജയിച്ചിട്ടുണ്ടെന്ന്. അതാണ് വലാ യഹ്സബന്നല്ലദീന കഫറു, കാഫിറുകൾ നിഷേധിച്ചവർ വിചാരിക്കേണ്ട, സബഖു, ഞങ്ങൾ ജയിച്ചു എന്നൊന്നും കരുതണ്ട. അള്ളാഹു ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇന്നഹും ലാ യുഅ്ജിസൂൻ, അവർക്ക് ദുർബലരാക്കാൻ സാധ്യമല്ല. അജിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ദുർബലമാക്കുക എന്നാണ്. അജസ എന്ന ദുർബലനായി എന്ന്. അപ്പോൾ അവർക്ക് ദുർബലപ്പെടുത്താൻ സാധ്യമല്ല. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും താൽക്കാലികമായി വഞ്ചിച്ചുകൊണ്ട് ഉപദ്രവിക്കാൻ കഴിയും എന്നുള്ളതല്ലാതെ അള്ളാഹുവിനെയും പ്രവാചകനെയും പരാജയപ്പെടുത്തി ദുർബലപ്പെടുത്താം എന്നവർ വ്യാമോഹിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഒരു ഹദീസും
അതോടനുബന്ധിച്ച് 1-2 ആയത്തുകളും നമുക്ക് സംഭവങ്ങളും നാളെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലൂടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്ന ധാർമ്മിക അധ്യാപനങ്ങൾ, അവൻ്റെ നിയമങ്ങൾ, ഇവിടെ വഞ്ചനയാണ്, വഞ്ചിക്കുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ്. ഇത് 2 രാജ്യങ്ങൾ തമ്മിലാണ്, അല്ലെങ്കിൽ 2 സംഘങ്ങൾ തമ്മിലാണ്, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലാണെങ്കിൽ നമ്മൾ പാലിക്കണം. അല്ലാഹ് നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാക്കണം. അല്ലാഹ് ഒരിക്കലും ഞങ്ങളെ വഞ്ചകരിൽപ്പെടുത്തി പ്രയാസപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ രക്ഷിതാവേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകണം. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറ വ മുഖാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.